കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പിറവം നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കാലവർഷക്കെടുതി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ നേരിടുന്നതിന് എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പിറവം നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിലാണ് അവലോകന യോഗം ചേർന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെയാണെങ്കിൽ നമുക്കറിയാം ടൗണിലും നമ്മുടെ പാർക്കിലൊക്കെ ഷീറ്റുകൾ പോവുകയും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള ബിൽഡിങ്ങില് ഗ്ലാസ് അടക്കമൊക്കെ ഊരിപ്പോവുകയും ചെയ്യും. വാഹനത്തിന്റെ പുറത്തേക്ക് മരച്ചില്ലുകളൊക്കെ വീണ് നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഏകോപനത്തിലൂടെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. കാരണം നാച്ചുറൽ കലാമിറ്റി നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഏകോപനം ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ പരിഹരിക്കാൻ കഴിയുള്ളൂ. കാലവർഷക്കെടുതി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ നേരിടുന്നതിന് എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കാൻ യോഗം നിർദ്ദേശിച്ചു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ വാർഡിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. വൈസ് ചെയർമാൻ KP സലീം, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ജിൽസ് പെരിയപുരം, കൗൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, ഏലിയാമ്മ ഫിലിപ്പ്, തോമസ് മല്ലിപ്പുറം, രാജു പാണാലിക്കൽ, P ഗിരീഷ് കുമാർ, ജോജിമോൻ ചാരുപ്ലാവിൽ, പ്രശാന്ത് മമ്പുറത്ത്, അന്നമ്മ ഡോമി, ബബിത ശ്രീജി, രമ വിജയൻ, R പ്രശാന്ത്, സിനി ജോയ്, മോളി ബെന്നി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സോമൻ വല്ലയിൽ, KC തങ്കച്ചൻ, സോജൻ ജോർജ് അലക്സ്, സാജു ചേന്നാട്ട്, കൂടാതെ യുവജന സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, PWD, KSEB വകുപ്പ് ഉദ്യോഗസ്ഥർ, ക്ലീൻ സിറ്റി മാനേജർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, സന്നദ്ധസേനാ പ്രവർത്തകർ, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ V തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നിരവധി ദുരന്ത അനുഭവങ്ങൾ ഓരോ വർഷവും വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ രംഗത്ത് ചെയ്യാൻ കഴിയുന്നത് മുൻകരുതലായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കാലകൂട്ടി എടുക്കുക എന്നുള്ളതാണ്. കാലവർഷം വരുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന് സമാനമായ രൂപത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജൂൺ മാസം മുതലാണ് സാധാരണ കാലവർഷം ആരംഭിക്കുന്നതെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അതിന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിരുന്നു. നമുക്ക് അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇപ്പൊ മാറിയേക്കുവാണ്. മരം വീണ് നിൽക്കുന്നത് KSEBയുടെ ഓഫീസിൽ നിന്നിരുന്ന മരം PW ഓഫീസും വില്ലേജ് ഓഫീസിലേക്ക് മുകളിലേക്ക് വിട്ടിരുന്നത്. അത് ജനങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട KSEB ഓഫീസിൽ നിന്നിരുന്ന മരം ഇപ്പൊ വില്ലേജ് ഓഫീസിലേക്ക് ചെരിഞ്ഞ് വീണിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഒരു അപകടം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ പലപ്പോഴും നമ്മളിവിടെ മരങ്ങൾ വെട്ടണം അല്ലെങ്കിൽ കമ്പ് വെട്ടണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഒരു നിസ്സംഗതയാണ് പല ഭാഗത്തും ഉണ്ടാകുന്നത്. വൈസ് ചെയർമാൻ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ധനകാര്യ കമ്മിറ്റി കൂടുമ്പോൾ അദ്ദേഹം KSEBക്കാർക്ക് നിർദ്ദേശം കൊടുത്തു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെ വകഭേദം കാണിക്കാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മരം PWD സ്ഥലത്ത് നിൽക്കുന്നതാണെങ്കിൽ അത് വീണ് ഇലക്ട്രിസിറ്റിക്ക് കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ PWDക്കാരും KSEBയും നഗരസഭകളും ചേർന്ന് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല ഞങ്ങളുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുക്കുന്ന ഒരു ഏർപ്പാട് കൊടുക്കില്ലെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നഗരസഭ നമ്മൾ പരമാവധി ചെയ്യാറുള്ള നഗരസഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫണ്ട് ഉപയോഗിച്ച് പല സ്വകാര്യ വ്യക്തികൾ തന്നെയും നമ്മൾ പലതവണ നോട്ടീസ് കൊടുത്തിട്ടും വെട്ടി മാറ്റാതിരുന്നിട്ടുള്ള മരങ്ങളെല്ലാം തന്നെ ഇവിടുന്ന് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഇവിടുത്തെ ഫണ്ടിന് പരിമിതിയുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ അദാലത്തൊക്കെ നടത്തി വെട്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നമ്മളിപ്പോൾ ക്ലെയിം ചെയ്ത് RR നടപടിക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,